ഇന്നും ചൂടിനൊരു കുറവില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും കൂടിയതായിട്ട് തന്നെയാണ് സാധ്യതകൾ. അതേസമയം ഇന്ന് ഏറ്റവും ഉയർന്നു കേട്ട ഒരു പ്രശ്നം FCRA തന്നെയാണ്. കാര്യം ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊക്കെ തന്നെ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചിറങ്ങിയിട്ടുണ്ട്. ഇന്നലെ PS ശ്രീധരൻപിള്ള തൃശ്ശൂരിലെത്തി. പക്ഷേ അവരുടെയൊക്കെ മനസ്സിലൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ അദ്ദേഹം ഗവർണറായിരിക്കുമ്പോൾ ചെന്ന പോലെ അല്ലല്ലോ അല്ലാത്ത സമയത്തിലും നിങ്ങൾക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം. വല്ലാത്ത ഒരു ആശങ്ക പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയം നോക്കി തന്നെ ഇത്തരം ഒരു ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചത് എന്തായാലും ഒരു സാങ്കത്യം നമ്മൾ അനുമോദിക്കണം. അതിൽ SK കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ആശങ്കയുള്ളത്. കാരണം കേരളത്തിൽ വരുന്ന വിദേശ സംഭാവനകളിൽ ഏതാണ്ട് 60% ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കും അത്തരത്തിലുള്ള ചില സംഘങ്ങൾക്കുമൊക്കെയാണ് ഈ സംഭാവനകളിൽ അധികവും വരുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന്, ഈ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നമുക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും അവർ നടത്തുന്ന മഹത്തായ സേവനം നമുക്ക് അറിയാവുന്നതാണ്. ഇതിനും ഇത്തരം കാര്യങ്ങൾക്കുമൊക്കെ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് വിദേശങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള സംഭാവനകൾ എത്താറുണ്ട്. അവർ അത് ഇത്തരം കാര്യങ്ങൾക്ക്, അതായത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉതകുന്ന തരത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. ആതുര ശുശ്രൂഷ രംഗത്ത് അത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ആ തുകകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ക്രൈസ്തവ സഭകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഇടപെടലുകൾക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുന്നത്. അത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് നേരത്തെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായപ്പോൾ തുടങ്ങിവെച്ച മുദ്രാവാക്യം. അതുമാത്രമല്ല, ഈ ക്രിസ്മസിനൊക്കെ കേക്കുമായി എത്തുന്നു, അരമനകളിൽ കേക്കുമായി എത്തുന്നു, അവിടെ കേക്ക് കട്ടിംഗ് നടത്തുന്നു. അങ്ങനെയൊക്കെ ഈ ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള ശ്രമം, ക്രൈസ്തവ സഭകൾ കൂടി ഉണ്ടെങ്കിലേ കേരളത്തിൽ BJP ലക്ഷ്യമിടുന്ന ഈ അധികാരത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയൂ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ വിജയം നേടാൻ കഴിയൂ എന്ന ഒരു കണക്കുകൂട്ടൽ അവർക്കുണ്ടായിരുന്നു. SK നോക്കൂ, ഇപ്പോൾ തന്നെ തിരുവനന്തപുരം അതിരൂപതയുടെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട FCRA ലൈസൻസ് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നാളുകളായി അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. വിഴിഞ്ഞത്തെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിനിറങ്ങി എന്നതാണ് ഇതിനാധാരമായി പറയുന്നത്. മറ്റൊരു സംസ്ഥാനത്തെ മറ്റൊരു രൂപത, പുനലൂർ രൂപതയുമായി ബന്ധപ്പെട്ടും അവരുടെ ഫണ്ടും ഇതുപോലെ FCRA ലൈസൻസും അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതിന് കാരണം അവർ കൃത്യസമയത്ത് അപേക്ഷ നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ആ സമയത്ത് തന്നെ അത് ഫ്രീസ് ചെയ്തു. വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും അത് ഇതുവരെ പുതുക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വേറൊരു വലിയ തോതിലുള്ള വിദേശ സഹായം എത്താത്ത ഒരു സ്ഥാപനത്തിൻ്റെ, ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ FCRA ലൈസൻസും ഈ നിലയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.